നമസ്കാരം. ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി സോയാബീൻ റോസ്റ്റ്. എല്ലാവരുടെയും ആവശ്യപ്രകാരം ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. സോയാബീൻ 150 ഗ്രാം, സവാള 1, ഒരു തക്കാളി, 1 ഇഞ്ചി കഷ്ണം, കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും, 2 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, 1/2 സ്പൂൺ പെരിഞ്ജീരകം, 1 സ്പൂൺ ചിക്കൻ മസാല പൗഡർ ഏതെങ്കിലും മതി, 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെളിച്ചെണ്ണ, 1 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് സോയാബീൻ എങ്ങനെയാണ് പുരട്ടി വെക്കുക എന്നുള്ളത് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, സ്വല്പം വെള്ളം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വയ്ക്കുക. ഇത് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ആണ്. ഇത് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയാണ്. ഇനി ഫ്രൈ പാൻ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഫ്രൈ പാൻ വയ്ക്കുക, എനിക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സോയാബീൻ ഇടാൻ. സോയാബീൻ ഇട്ടിട്ട് ഇത് ഫ്രൈ ആയി വരുന്ന വരെ കാത്തിട്ടുള്ള റോസ്റ്റ് ആയി തുടങ്ങി. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സോയാബീൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് അത് വെള്ളമില്ലാണ്ട് പിഴിഞ്ഞെടുക്കണം, ഇല്ലെങ്കിൽ എണ്ണയിലിട്ട എണ്ണ കുടിക്കും. ഇത് നമുക്ക് പെരിഞ്ജീരകം ഇടുക. ഈ വറുത്ത് വെച്ച സോയാബീൻ്റെ ബാക്കി വരുന്ന എണ്ണ തന്നെ ഉണ്ടാക്കിയാൽ മതി, വേറെ എടുക്കേണ്ട ആരും. പെരിഞ്ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, കറിവേപ്പില എല്ലാതും കൂടി ഇട്ടിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കും. സവാളയൊക്കെ ഇട്ടത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് തക്കാളി ഇതിലേക്ക് ഇടാം. കുറച്ച് ഉപ്പ്, സ്വല്പം ഉപ്പ് ചേർക്കാം. ഇനി സോയാബീൻ റോസ്റ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. സോയാബീൻ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇത് ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരി, പൊറോട്ട, പിട്ട്, ചോറ് ഇതെല്ലാത്തിനും കൂടി ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രത്യേക ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയാബീൻ റോസ്റ്റാണത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ അഭിപ്രായം പറയുക, കമൻ്റ് അടിക്കുക. ഇത് ആശാ ശിവൻ, കുറ്റിപ്പുറം, എടശ്ശേരി.